നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ വൈറസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. കാരണം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ലിങ്ക് ആയാലും ഒരു ഫോട്ടോ ആണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ മുഖാന്തരമൊക്കെ നമ്മുടെ ഫോണിലേക്ക് വൈറസ് വരും. വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആകും, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കപ്പെടും, നമ്മുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് പോകും. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിൽ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതിലൂടെ മാൾവെയർ അറ്റാക്കിലൂടെ സംഭവിക്കും. ചില ആപ്പുകൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് പ്രധാനമായിട്ടും ചില വൈറസുകൾ നമ്മുടെ ഫോണിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഏതാണ് വൈറസ്, അതിങ്ങനെ കണ്ടെത്തുക, അത്തരം വൈറസുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും മൊബൈൽ ഫോണുള്ള ആളുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു സെറ്റിങ്സാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. നമ്മൾ ഗൂഗിൾ വൈറസ് ടോട്ടൽ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വൈറസ് ടോട്ടൽ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ആദ്യം തന്നെ വൈറസ് ടോട്ടൽ എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണും. ഇതിൻ്റെ തന്നെ ഇതേ പേരിൽ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ മുകളിൽ 2 ഓപ്ഷൻ കാണിക്കും. ഒന്നാമത്തെ ഫയൽ എന്നാണ്, രണ്ടാമത്തെ URL എന്നാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഫയൽ എന്ന് കാണുന്ന ഭാഗത്ത് ഫോട്ടോസും വീഡിയോസും ഓഡിയോസൊക്കെ അടങ്ങിയിട്ടുള്ള ഫയലുകൾ വൈറസ് ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള സൗകര്യമാണ്. ഏറ്റവും മുകളിലുള്ള ഈ URL എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ വൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വൈറസ് നിങ്ങളുടെ ഫോണിലേക്ക് വരുമോ എന്ന് അറിയുന്നതിന് വേണ്ടി ആ ലിങ്ക് നിങ്ങൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിങ്ക് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് നിങ്ങൾ സെർച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ആദ്യം ഫയൽ ഭാഗത്ത് സെലക്ട് ചെയ്ത് ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പെർമിഷൻ കൊടുക്കാനുണ്ടാവും, പെർമിഷൻസ് കൊടുക്കുക. കുറച്ച് ശേഷം ഇവിടെ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളുടെ ഗാലറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മുകളിൽ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇടത് ഭാഗത്ത് 3 ലൈൻ ഉണ്ട്. ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കാണാം ഫോട്ടോ, വീഡിയോ, ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഓഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഓഡിയോക്കകത്ത് നമ്മളുടെ ഓഡിയോക്കകത്ത് എന്തെങ്കിലും വൈറസ് ഉണ്ടോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിലെ ഓഡിയോസ് ഇതുപോലെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിൽ ഏത് വോയിസാണ് എനിക്ക് സംശയമുള്ളതെങ്കിൽ ആ വോയിസ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ കൺഫേം അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പസമയം എന്ന് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഈ വോയിസിനകത്ത് എന്തെങ്കിലും വൈറസ് നിങ്ങളുടെ ഫോണിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ ലിസ്റ്റായിരിക്കും വരിക. ഇവിടെ എല്ലാം ഗ്രീൻ ടിക്ക് മാർക്കാണ് കാണുന്നത്. ഏതെങ്കിലും റെഡ് ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വൈറസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ അതിലൂടെ സാധിക്കും. ആ റെഡ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഫയൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഉടനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ഡീറ്റെയിൽ എന്നുള്ള ഭാഗം. അത് ക്ലിക്ക് ചെയ്ത ഓരോ ഡീറ്റെയിലും ആ ഒരു ഫയലിൻ്റെ ഹിസ്റ്ററി ഡീറ്റെയിൽസ്, ഏത് ദിവസമാണ് വന്നത്, അതിൻ്റെ പേരെന്താണ്, ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലിങ്ക് ഉണ്ടെങ്കിൽ അതും സെർച്ച് ചെയ്ത് നോക്കാം. ഓരോ ഫയലും ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വൈറസ് ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഫയലുകൾ ഇത്തരത്തിൽ സ്കാൻ ചെയ്ത് നോക്കാൻ സാധിക്കും. ഇത് പ്ലേ സ്റ്റോറിനകത്ത് ഇതേ പേരിൽ തന്നെ വൈറസ് ടോട്ടൽ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.